തൃശൂരിലെ തോൽവിയിൽ പരസ്പരം പഴിചാരി മുന്നണികൾ. മണ്ഡലത്തിൽ കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിക്ക് മറിച്ചെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. UDFന്റെ വോട്ടുകൊണ്ടാണ് BJP അക്കൗണ്ട് തുറന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറഞ്ഞു. കോൺഗ്രസിന്റെയും LDFന്റെയും വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിച്ചെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം. തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ BJP അക്കൗണ്ട് തുറക്കുകയും K മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തതിന് പിന്നാലെയാണ് കോൺഗ്രസ് വോട്ട് മറിച്ചു എന്ന ആരോപണവുമായി നേതാക്കൾ രംഗത്തെത്തിയത്. കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടാണ് തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതെന്നും കണക്ക് പരിശോധിച്ചാൽ ഇക്കാര്യം മനസ്സിലാകുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. 86,000 വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത്. 74,000 വോട്ടിനാണ് ജയിച്ചത്. ആരാ വോട്ടായിരുന്നു? ഞങ്ങൾക്ക് അവിടെ വോട്ട് കൂടിയിട്ടുണ്ട്. 6,000 വോട്ട് കൂടിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 6,000 വോട്ട് കൂടുകയും UDFന്റെ ഭാഗമായിട്ട് മത്സരിച്ച കോൺഗ്രസിന് 86,000 വോട്ട് കുറയുകയും 74,000 വോട്ടിന് സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തിരിക്കുന്നു. കണക്കൂട്ടിയാൽ മതി. ബാക്കി തൃശൂരിൽ ഇടതുമുന്നണിയുടെ വോട്ട് കുറഞ്ഞിട്ടില്ലെന്നും കുറഞ്ഞത് UDFന്റെ വോട്ടുകളാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. പക്ഷെ പരാജയപ്പെട്ടപ്പോഴും തൃശ്ശൂരിൽ LDFന്റെ വോട്ടിന്റെ സംഖ്യ കൂടി, ശതമാനം കൂടി. UDFന്റെ വോട്ടിൽ എന്ത് പറ്റി? ഏകദേശം 1,00,000 തികയില്ല. വളരെ വലിയ തോതിൽ കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു, BJPയുടെ വോട്ട് കൂടി. അതിൻ്റെ എല്ലാം അർത്ഥമെന്താണെന്ന് രാഷ്ട്രീയമായി, സംഘടനാപരമായി ഞങ്ങൾ ചിന്തിക്കേണ്ടതിൽ കോൺഗ്രസും പെടുന്നുണ്ട്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ BJPക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞതായും ഇരു മുന്നണികളുടെയും വോട്ട് സുരേഷ് ഗോപിക്ക് ലഭിച്ചതായും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. കേരളം പോലെ ഇത്രയും ശക്തമായിട്ടുള്ള രണ്ട് മുന്നണികൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് ഒരു ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക്, ഒരു ബൈപ്പോളാർ രാഷ്ട്രീയത്തിൽ നിന്നും ഒരു ത്രികോണ പോരിലേക്ക് കേരളത്തെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിലെല്ലാം സുരേഷ് ഗോപിയാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ LDFന്റെ വോട്ട് സ്വാഭാവികമായിട്ട് കിട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.